സൈലബാനിലെ കോശിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇത് കാണുന്ന സൈലബാൻ ടീംസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഞാൻ കോശിരി വാങ്ങി ട്രൈ ചെയ്തത് അതിൽ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയറായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അടയാണ്. ചിലരുടെ വീഡിയോയിലൊക്കെ അരി വേവിച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ബോക്സിലുണ്ടായിരുന്നത് അടയായിരുന്നു കേട്ടോ. അപ്പോൾ അട നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ 1/4 കപ്പ് അരി അടയാട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ സൈലബാൻ്റെ തന്നെ ബോക്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ശരിക്ക് 1/4 കപ്പ് തന്നെ വേണ്ടി വരില്ല കേട്ടോ, അതിൻ്റെ പകുതി മതി ശരിക്കും. പക്ഷേ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1/4 കപ്പ് ഇല്ലാതെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 2 കപ്പ് പാലിൽ ഈ ഒരു അട ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് അത് വേവിച്ചെടുക്കാം. ഒരു ക്രീമി പരുവാവുമല്ലോ പാല്. ആ ഒരു ക്രീമി പരുവാവുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതാ ഈ ഒരു പരുവാവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം അത് നന്നായിട്ട് തിക്കായിട്ട് വരും. ചൂടാറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ വേറൊരു ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് പകരം സമൂസ ഷീറ്റോ അല്ലെങ്കിൽ ബക്ലാവ ഷീറ്റോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതവിടെ മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് കുനാഫ ഡോ ആണ്. അതിന് 1 ടേബിൾ സ്പൂൺ ബട്ടർ പാനിലിട്ട് കൊടുക്കാം. അത് എന്നിട്ട് 1/4 കപ്പ് കുനാഫ ഡോ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ബ്രൗൺ കളർ ആവുന്ന നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതും ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ന്യൂട്ടെല്ല ഫ്ലേവറിലാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടെല്ലയിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആക്കിയിട്ട് അതൊന്ന് ലൂസ് ആക്കി എടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല അങ്ങനെ ഇടുമ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് ഒന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാക്കുമ്പോൾ തിക്കായി കിട്ടൂല കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുക്കാം. അതിലേക്ക് കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അത്രയും ആയി കഴിഞ്ഞാൽ അത് മാറ്റി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കോഴിയുടെ ഈ ഒരു ബോക്സ് തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ ഈ ഒരു അട വേവിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതാണ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലിയ തവിക്ക് 2 തവിയാണ് കേട്ടോ അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുനാഫോട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ അടുത്ത ലെയറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നട്ട്സ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഹാസൽനട്ട് ഉണ്ടെങ്കിൽ ഹാസൽനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ന്യൂട്ടെല്ല അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മുകളിലും വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ കോശിരി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ ഒരു ന്യൂട്ടെല്ലക്ക് പകരം നമുക്ക് പിസ്താഷ്യൂടെ ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിസ്താഷ്യൂ ഫ്ലേവറിലുള്ളതാവും. അല്ലെങ്കിൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ ഇതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഒക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അത് മാത്രം ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. സംഭവം സെറ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക.